വെൽക്കം ബാക്ക് ടു ജുവാനാസ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് മൈദ കൊണ്ടല്ല മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വീറ്റ് മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാർബിൾ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്. ആദ്യം തന്നെ നമുക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബൗൾ വേണം. ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ മൈദയും കൂടി നമ്മൾ അരിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 3 മുട്ടകളാണ്. പിന്നെ നമുക്ക് വാനില എക്സ്ട്രാക്റ്റ് വേണം. ഞങ്ങളിവിടെ 20 ml ഒരു ബഷിൻ്റെ വാനില എക്സ്ട്രാക്റ്റ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടിൻ കൊക്കോ പൗഡർ ഉണ്ട്, ഒരു അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണിത്. പിന്നെ നമുക്കുള്ളത് ഓയിലും പൗഡേർഡ് ഷുഗറും ആണ്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് 3 മുട്ട നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടാൻ പോവാണ്. അപ്പം നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു പൊട്ടിച്ചിട്ട മുട്ടകളൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ആ ഒരു എഗ്സ് ബീറ്റ് ചെയ്യുന്ന സമയം നമുക്ക് കുറച്ച് നമ്മുടെ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് എണ്ണ എടുത്തിരുന്നല്ലോ, അപ്പോൾ ആ എണ്ണയും നമ്മൾ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്നു, പൊട്ടിയായിരുന്നു ബീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പിന്നെയും കുറച്ച് ബീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയം നമ്മൾ ഒരു കപ്പ് വീതമായിട്ട് നമ്മൾ തന്നെ പൊടിച്ചു മിക്സിയിൽ പൊടിച്ച പൗഡേർഡ് ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ബീറ്റിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ച് അതിന് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മിക്സ്ചർ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ആൻഡ് നമ്മുടെ വീറ്റ് കൂടിയുള്ള ആ ഒരു മിക്സ്ചർ നമ്മൾ കുറച്ചീശായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെയായിട്ട് നമ്മൾ അതൊന്ന് ചെയ്യണം. നന്നായി ജസ്റ്റ് ഒന്ന് അത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറേ വട്ടം അന്നുംകുട്ടി ആയതുകൊണ്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഇത് ബീറ്റായി ഒരു രീതിയിലായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എക്സ്ട്രാക്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു വാനില എക്സ്ട്രാക്റ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായി കിട്ടുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആക്കാം കേട്ടോ. നമ്മൾ നന്നായി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ പറ്റുന്നുണ്ടാകും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ്. അപ്പോൾ ഒരു വാനിലയുടെ കുറച്ചൊരു ടേസ്റ്റ് വരുന്ന പോലെ ആവണ്ട, പക്ഷെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അത് ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ കുറച്ച് ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ബാറ്റർ. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ കുറച്ച് നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വേറൊരു ബാറ്ററിലേക്ക് നമ്മുടെ ഈ ഒരു സെയിം മിക്സ്ചർ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ബൗളിൽ നമ്മൾ നമ്മുടെ കൊക്കോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് കൊക്കോ പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ 2 ബാറ്റർ കിട്ടും. ഒന്ന് കൊക്കോ പൗഡർ ആയിട്ടുള്ളതും മറ്റത് നമ്മുടെ സാധാരണ ഈ ഒരു വൈറ്റ് ബാറ്ററും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേക്ക് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ബാറ്റേഴ്സായിട്ട് നമ്മൾ ഓവനിൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ ഇത് ഒഴിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ വൈറ്റ് ബാറ്റർ അല്ലെങ്കിൽ മിക്സ്ചർ ഒഴിക്കും, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ ഒഴിക്കും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പാത്രം നമ്മൾ നല്ല എണ്ണയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഓവനിൽ വയ്ക്കും. അങ്ങനെ ഒരു 4 ലെയറായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഈ 2 ബാറ്റേഴ്സും കൂടി മോളിക്കായിട്ട് നമ്മൾ 4 വട്ടം ആയിട്ട് ഒരെണ്ണം 2 വട്ടം ഇതായിട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, നമ്മൾ ആദ്യം വൈറ്റ് ചെയ്തു, പിന്നെ ബ്രൗൺ ചെയ്തു, പിന്നെ വീണ്ടും വൈറ്റ് ചെയ്തിട്ട് ബ്രൗൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഒന്ന് പിടിപ്പിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എല്ലാം ഇത് റെഡിയായി വന്നേക്കുമ്പോഴേക്കും നമ്മളൊരു പപ്പടക്കുറ്റിയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഫോക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പരുവന്നാക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഇരിക്കും നമ്മുടെ
കേക്ക് റെഡി ആകുമ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഞങ്ങൾ 30 to 40 minutes വരെ അത് ഓവനിൽ വെക്കാൻ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.